ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 2 കേക്കിൻ്റെ ഒരു ഡെക്കറേഷനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ രണ്ടും സിമ്പിൾ ഡെക്കറേഷനാണ്. ഒരുപാട് കളറോ ക്രീം വർക്കോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നോസിൽ വർക്കൊന്നുമല്ല, സിമ്പിൾ വർക്കാണ്. ഇതിപ്പോൾ 1.5 കിലോ വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ അത് വേവ്സിൻ്റെ ഒരു ഡെക്കറേഷനാണ് ചെയ്തിരിക്കുന്നത്. 2 ടിന്നിലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ 7 ഇഞ്ചിൻ്റെ 2 മോൾഡിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തത്. എന്നിട്ട് അതേപോലെ ഫ്രോസ്റ്റിംഗ് ചെയ്ത് ചോക്ലേറ്റിൻ്റെ ആ ഒരു റെസിപ്പി കൂടുതൽ ഞാൻ ഇത് ലെങ്തി ആവണ്ടല്ലോ എന്ന് കരുതിയാണ് അതിൻ്റെ ഫ്രോസ്റ്റിംഗ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. കാരണം ഇതിന് മുൻപ് ഒരുപാട് കേക്കുകൾ ഞാനത് ചോക്ലേറ്റിൻ്റെ ഫ്രോസ്റ്റിങ്ങും ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡെക്കറേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. നല്ല ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു 2 മോൾഡിലായിട്ട് സെപ്പറേറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ചോക്ലേറ്റ് ഗനാഷൊക്കെ അതിനുള്ളിൽ ഫില്ല് ചെയ്തിട്ടാണ് വൈറ്റ് ക്രീമിൽ ഇതുപോലെ ചെയ്ത് ഗോൾഡൻ ബോൾസും ചെറുതും വലുതുമായിട്ടുള്ള ഗോൾഡൻ ബോൾസും പിന്നെ ബട്ടർഫ്ലൈസും കാണാൻ നല്ലൊരു ഭംഗിയാണ്. സിമ്പിൾ വർക്കാണ്. ആ ഒരു വേവ്സ് വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ അടുത്തത് ഉണ്ടായിരുന്നത് 2 ടയറാണ്. അത് വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. അത് 2 കിലോ വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് 2 ടയറിൽ ചെയ്തെടുക്കുന്നത്. ക്രം കോട്ട് ചെയ്ത് ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പിന്നെ ഞാനത് ഫൈനൽ കോട്ട് കൊടുക്കുന്നത്. നമ്മളെപ്പോഴും സ്റ്റാക്ക് ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് സെറ്റായിട്ട് ഇരുന്നിട്ട് ശേഷമേ അത് സ്റ്റാക്ക് ചെയ്യാവൂ, അല്ലെങ്കിൽ ഇടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴത്തെ ഞാനൊരു ഓവർനൈറ്റ് ചെയ്തിട്ട് ഒരു 6 മണിക്കൂറിനുള്ള മേലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും നന്നായിട്ട് നമ്മൾ എത്ര സമയം സെറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നോ അത്രയും നന്നായിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് സ്റ്റാക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇടിഞ്ഞു പോകുന്നുള്ള ആ ഒരു പേടിയൊന്നും വേണ്ട, നന്നായിട്ട് സെറ്റായിട്ടിരുന്നുള്ളൂ. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് വെക്കണം. മേളിൽ നമ്മൾ സ്റ്റാക്ക് ചെയ്യുമ്പോൾ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വെച്ചെന്നാൽ അതിൻ്റെ ഇടയിലൊന്നും ആ ഒരു ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് നമുക്ക് സെറ്റായിട്ടിരിക്കും. എന്നിട്ട് ഇതുപോലെ തന്നെ ടൂത്ത് പിക്ക് വേണ്ടി ഇൻസർട്ട് ചെയ്തിട്ട് വലിയൊരു വുഡൻ്റെ തന്നെയായിട്ട് വലിയൊരു സ്റ്റിക്കാണ് നടുക്ക് ഇൻസർട്ട് ചെയ്ത് കൊടുത്തത്. അതാകുമ്പോൾ ഒരൊറ്റ സ്റ്റിക്ക് കൊണ്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ തന്നെ ഫിയോണി ഫ്ലവേഴ്സും പ്ലാസ്റ്റിക് ആ ഒരു ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. സൈഡിൽ ഇതുപോലെ നോസിൽ വർക്കും പിന്നെ എല്ലാം ഫ്ലവേഴ്സാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളാണ് ഡെക്കറേഷൻ, കാണാനും നല്ല എലഗൻറ്റ് ലുക്കുമാണ്. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു ചെറിയ ഫോണ്ടൻ്റ് വർക്കും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കളർ വേണ്ട, കളറൊന്നും ഇല്ലാതെ തന്നെ ചെയ്യണമെന്ന് കസ്റ്റമർ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഒരു തീമിൽ ചെയ്തത്. കസ്റ്റമറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊരു ഫങ്ഷനായിരുന്നു. അപ്പോൾ അത് വന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കേക്കായിരുന്നു. അത്രയേ ഉള്ളൂ. ഈ 2 കേക്കും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ട്, അവരൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.